ഇപ്പോൾ നിഷാദ് ആഭ്യന്തര വകുപ്പ് നിരാശപ്പെടുത്തി തുടങ്ങുകയാണോ? അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പരാതി വന്ന പോലീസ് ചെയ്യുന്നൊരു പരിപാടിയാണിത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ പരാതി വരുമ്പോൾ പരമാവധി ചാർജ് ഇടുക. അതായത് തനിക്കെതിരെ ഒരാൾ പരിഹാസവുമായി വന്നിരിക്കുന്ന ആൾക്കെതിരെ തന്റെ പോലീസ് കർക്കശമായ നടപടി എടുക്കുന്നത് വലിയ പോലീസ് അങ്ങ് സുഖിപ്പിക്കുകയാണ്. എന്നിട്ട് പോലീസ് വേറെ പണിയെടുക്കും. പോലീസിന്റെ അത് ഈ നാടിന് ആവശ്യമുള്ള വേറെ പരിപാടികളുണ്ടല്ലോ. വെറുപ്പിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുക, ഹേറ്റ് പ്രചരിപ്പിക്കുന്നവരെ തടയുക, ശരിക്കുള്ള പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ജാമ്യമില്ലാ കുറ്റം ചുമത്തേണ്ട ആളുകൾ, നിരന്തരമായിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ, ഹേറ്റ് പ്രചരിപ്പിക്കുന്നവർ, കലാപാഹ്വാനം നടത്തുന്നവർ, അങ്ങനെ ശരിക്കും കലാപാഹ്വാനം നടത്തുന്ന എത്ര ആളുകളെ നാം ഓരോ ദിവസവും കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ പോലീസ് ചെയ്യുന്ന പരിപാടി, പോലീസ് ഒരു നമ്പർ ഇട്ട് നോക്കും. എന്താ അറിയാമോ? ഇത്തരം ചെറിയ ചെറിയ കേസുകൾക്ക് അധികാരിയെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ, സുഖിപ്പിക്കുന്ന തരത്തിലുള്ള കേസുകൾ എടുക്കും. അപ്പോൾ അധികാരിക്ക് തോന്നും കൊള്ളാം, ഞാനൊരു വലിയ പുള്ളി, എന്നെ പരിഹസിക്കുന്നവർക്കെതിരെ പോലീസ് കർക്കശ നടപടി എടുക്കുന്നു. അതിന്റെ ഒരു തിളപ്പിൽ അധികാരി നിൽക്കും. പോലീസിന്റെ വേറെ പണി വേറെ വഴിക്കെടുക്കും. അതിന്റെ ദുരന്തം നാം കണ്ടതായിരുന്നു കഴിഞ്ഞ 10 വർഷം. പിണറായി വിജയനെതിരെ ആരെങ്കിലും കരിങ്കടി പൊക്കിയാൽ അപ്പം തന്നെ കലാപാഹ്വാനത്തിന്റെ കേസ്, അല്ലെങ്കിൽ UAPA, വേറെ എന്തൊക്കെയോ ചുമതലുണ്ടല്ലോ, വധശ്രമത്തിന്റെ കേസ്, എല്ലാത്തിൻ്റെയും കൂടെ FIR എഴുതുന്നൊരു വാക്കുണ്ട്. കൊല്ലടാവനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് മാരകായുധങ്ങളെന്ന് സംശയിക്കുന്ന സാധനവുമായി ചാടി പോലീസ് എഴുതി വെക്കുന്ന ഒന്നാണ്. കാരണം കൊല്ലടാവനെ എന്നുള്ള ആക്രോശം ഉണ്ടെങ്കിൽ വധശ്രമം ചേർക്കാൻ പറ്റും. അതാണ് മന്ത്രി വീണയുടെ കേസിലെ കണ്ടത്. അപ്പോൾ അധികാരികളെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന കേസുകൾ എടുക്കുകയും മറിച്ച് എടുക്കേണ്ട കേസുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുക, അതായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. കലാപാഹ്വാനം ശരിക്കും നടത്തുന്ന ആളുകൾ, ആയുധ പ്രദർശനം നടത്തുന്ന ആളുകൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ പോലീസ് തന്നെ നിർദ്ദേശിക്കുന്ന സംഗതികൾ ചില പരിമിതികൾ മറികടന്ന് അപ്പുറത്ത് പോകുന്ന ആളുകൾ. ഇപ്പോൾ ശബരിമലയിലെ വലിയ തിരക്കുണ്ടായ ഒരു വർഷം എന്തെല്ലാം തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യയാകമാനം നടത്തി സംഘപരിവാറിന്റെ ആളുകൾ. പോലീസ് എന്താ ചെയ്തത്? വല്ലതും ചെയ്തോ? ചെയ്തിട്ടില്ല. പോലീസ് ഇവിടെ നടക്കുന്ന ഹേറ്റിനെതിരെ എത്ര കേസെടുക്കുന്ന ഒരു ദിവസം? ഇല്ലല്ലോ. അപ്പോൾ പോലീസിന്റെ ഈ പരിപാടി തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അതോ ഇനി മറ്റേ തന്ത്രമാണെന്ന് അറിയില്ല കേട്ടോ. അതായത് ദിവ്യ ഒരു വിമർശനം നടത്തുന്നു മന്ത്രിക്കെതിരെ, അപ്പോൾ തന്നെ ഒരു കേസ് എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞ് മന്ത്രി തന്നെ പറയുന്നു ആ കേസ് പിൻവലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ മന്ത്രി ആരായി? പിന്നെയും വലിയ അത് കൊള്ളാം. അതാ ധീരനായ മന്ത്രി, അല്ലെങ്കിൽ വിശാല മനസ്കനായ മന്ത്രി. ഇനിയിപ്പോൾ അതാണോന്ന് അറിയില്ല. സസ്പെൻഡ് ചെയ്യുക, സസ്പെൻഷൻ പിൻവലിക്കുക, കേസ് എടുക്കുക, കേസ് മുറിപ്പെടുത്തുന്നതയോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 90കളിലെ KSU ലൈനാണത്. ഏത് മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ സ്വീകാര്യത ഉണ്ടാക്കുക, കൈയടി മേടിക്കാൻ. അതല്ലെങ്കിൽ പോലീസിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. പോലീസ് എടുക്കേണ്ട പണി എടുക്കാതെ നിങ്ങളെ സുഖിപ്പിച്ച് നിൽക്കാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിച്ച ആളാണ് പിണറായി വിജയൻ. വലിയ നേതാവായിരുന്നു. പോലീസിനെ സ്വതന്ത്രമാക്കുകയും പോലീസിന്റെ ഭരണത്തിന്റെ ഒരു പവർ കൊണ്ടു നടക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം പോലീസ് മന്ത്രിയാണെന്ന് അദ്ദേഹം വരുന്നത് കാണുമ്പോൾ അറിയായിരുന്നു അല്ലെ. കറുത്ത 3-4 കാറുകൾ, പിന്നെ അതിന്റെ പുറയിലോടുന്ന വണ്ടി, മുന്നിലോടുന്ന വണ്ടി, ഒരു വലിയ കോൺവോയ് ആണ് വരിക. ആ അധികാരത്തിന്റെ പവർ കാണിച്ച ആളാണ് അദ്ദേഹം വീണുപോയത് എത്ര സീറ്റ് കൊണ്ടാണെന്ന് ഓർമ്മ വേണം. 102 സീറ്റായി ഇപ്പുറത്ത്. കാരണം എന്താണ്? ആ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആ കോൺവോയ് ജനത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റുകയായിരുന്നു. അപ്പോൾ പോലീസ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ജനത്തിൽ നിന്നൊരു അധികാരിയെ, ജനത്തിൽ നിന്നൊരു നേതാവിനെ അകറ്റാൻ പറ്റും. കാരണം അങ്ങനെയാണ്. അത് സ്റ്റാലിൻ്റെ മുതലുള്ള കഥ എടുത്ത് വായിച്ചു നോക്കാൻ പറയും. സ്റ്റാലിൻ്റെ മകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്, ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ലാതാക്കിയെന്ന്. എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ കാരണം പോലീസാണ്. ഈ ഏജൻസികൾ, ഇവർ ജനങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അകലമുണ്ടാക്കും. ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വിമർശനങ്ങളെ അവർ കേസാക്കി മാറ്റും, നിയമപ്രശ്നമാക്കി മാറ്റും. അത് സ്മെൽ ചെയ്യാൻ, അത് സെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളും ജനങ്ങളുമായിട്ടുള്ള അകലം ആരംഭിക്കുകയാണ്. അതായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുമായി അദ്ദേഹത്തിന് വലിയ അകലം ഉണ്ടായിരുന്നു. എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് എഴുതി കൊടുക്കുന്നത് വായിക്കും. മനസ്സിലായില്ലേ? പന്തീരാങ്കാവിലെ കേസ് വന്നു, പോലീസ് എഴുതി കൊടുത്തു. ചായ കുടിക്കാൻ പോയതിനല്ല ആ യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് പറഞ്ഞു, അതുപോലെ പറഞ്ഞു. പോലീസ് അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വരുമ്പോഴും പോലീസിന്റെ മനോവീര്യം തകർക്കാമെന്ന് ആരും കരുതണ്ട. ഇതൊരു സർക്കാരിനെ വീഴ്ത്തി കിടന്ന ആറ്റിറ്റ്യൂഡ് ഇഷ്യൂവിന്റെ പേരിലാണ്. അതുകൊണ്ട് K മുരളീധരനായാലും VD സതീശനായാലും മറ്റേത് മന്ത്രിയായാലും ജനങ്ങൾക്ക് വിമർശിക്കാൻ, നല്ല നിശിതമായി വിമർശിക്കാനുള്ള ജനത്തിന്റെ അവകാശത്തിൽ തൊട്ട് കളിക്കരുത്. ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നഗ്നരൂപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞെങ്കിലും മോർഫിംഗ് നടത്തുക, അതൊക്കെ കേസെടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്ത്രീകളായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ അധിക്ഷേപിക്കുക, അതൊക്കെ കേസെടുക്കണം. അല്ലാതെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ഇനി ഒരു അല്പം പരിഹാസമുണ്ടെങ്കിൽ ആ പരിഹാസം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും കൂടി റദ്ദ് ചെയ്യും എന്നാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അൺപോപ്പുലർ ആവാൻ പോവുകയാണ്. നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്. പരമാധികാരം ജനത്തിൻ്റെ കയ്യിലാണെന്നും ഈ 102 സീറ്റ് എന്ന് പറഞ്ഞത് എല്ലാ കാലത്തേക്കും ജനം തന്നിട്ടുള്ളതാണെന്ന് വിചാരിക്കരുത്. വേറൊന്ന്, കാലവും CPM-നെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കാലം കഴിക്കാമെന്ന് വിചാരിക്കരുത്. CPM-നെ കുറ്റം പറയാനുള്ള സീസൺ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. CPM-നുമായി ബന്ധപ്പെട്ട സംഗതി വിവാദങ്ങളൊക്കെ അതിൻ്റെ
തോട് പൊട്ടി പുറത്തു വന്ന് അത് അതിൻ്റെതായ ഡാമേജ് ഉണ്ടാക്കി ആ ഘട്ടം അങ്ങ് കഴിയും. ഇനി നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം ഇനി നിങ്ങളുടെ ദിവസമാണ്. അത് വരുമ്പോൾ പോലീസിനെ വെച്ച് ടീം നമ്പർ ഇറക്കാൻ നിന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ്. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിവേകം നേതാക്കൾക്ക് ഉണ്ടാവട്ടെ, UDF തന്നെ ഞാൻ പറയാം.